ഹായ് കൂട്ടുകാരെ, ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ കണ്ട ഒരാൾ കപ്പയൊക്കെ പിടിച്ചെന്ന് നിൽക്കുമ്പോ തന്നെ അറിയാല്ലേ ഇന്ന് കപ്പയുടെ വീഡിയോയാണെന്ന്. അതെ, അപ്പൊ ഇന്ന് എന്താണെന്ന് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു. കൂട്ടുകാരെ, നമ്മളെ നാടൻ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന ഒരു കപ്പ ഐറ്റമായിട്ടാണ് ഞാൻ വന്നത്. നാടൻ കപ്പയല്ല, നാടൻ തട്ടുകടയിലെ ഐറ്റം. അപ്പൊ കൂട്ടുകാരെ, എന്താണെന്ന് എന്നോട് പോലും പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയൊക്കെയാണെന്നല്ലേ. അപ്പൊ ഞാനൊന്ന് രുചിച്ചു നോക്കാം, അതെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ആദ്യം ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയേക്കാം. അപ്പൊ എല്ലാരും പോലും നമുക്ക് ഒന്നിച്ച് അടുക്കളോട്ട് പോവാം. പൊളിക്കാൻ അച്ഛൻ വേണം. അമ്മക്ക് വേറെ ഉണ്ടാകാൻ കൊടുക്കാം. നമുക്കും കപ്പ കുളിക്കാനുണ്ട്. നമുക്ക് കപ്പ പൊളിക്കാം, നമുക്ക് വേറെ പണിയാ. എനിക്ക് പണിയണ്ട. കപ്പയും വെച്ചോണ്ട് വന്നിരിക്കുകയാണ് ഞാൻ. അച്ഛാ, കപ്പ കൊണ്ട് എന്തോ ഒരു ഐറ്റം ചെയ്യാന്നും പറഞ്ഞൊക്കെയാണ് വന്നിരിക്കണം. അതൊന്നും പറഞ്ഞില്ലല്ലേ ശരിയാ? ഇല്ല, എന്നോട് ഇപ്പൊ പറഞ്ഞ ഒരു നമുക്ക് കപ്പയുടെ ഒരു ഇതാണ് ചെയ്യണം, കൂട്ടുകാരോട് പറയുന്നു പറഞ്ഞു. തട്ടുകടയിലെ കപ്പയും മുട്ടേ ഞാൻ മുട്ട കഴിച്ചിട്ടുണ്ട്, കപ്പയും കഴിച്ചിട്ടുണ്ട്. കപ്പ മുട്ടയാണോ ചെയ്യണം? കപ്പയും കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകും. കപ്പ മുട്ട ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് പേരിടാം, കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടതാ. അപ്പൊ കപ്പ മുട്ട നമുക്ക് മുട്ട ബിരിയാണി എന്നാ വേണ്ട, കപ്പ മുട്ട എന്ന് തന്നെ ഈ ഇതിന് പേരിട്ടിരിക്കണം. അല്ലെ മുട്ടക്കപ്പ, അല്ലെങ്കിൽ മുട്ടക്കപ്പ എന്നിടാം. അത് ചെയ്യും. എന്നാ ബാ, നമുക്ക് ഇനി ഒത്തിരി പറഞ്ഞിരിക്കാൻ നേരമില്ല, നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അതെ, വാ. എന്നാണ് ശരണ്യ അച്ഛൻ ഇച്ചിരി മാറിയിരിക്കാൻ പറഞ്ഞാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കപ്പ പൊളിക്കണ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അവിടെ ഇരുന്ന് ആളെ വിളിച്ചു വരുത്തി ഇവിടെ വന്നേച്ചും പറയണം അവിടെ പൊളിക്കല്ലേ. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് വെക്കട്ടെ. മുട്ട, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കരിവേപ്പില, എണ്ണ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി ഇതൊക്കെ അരിഞ്ഞു കിട്ടിയാലേ ഇനി ശരണ്യക്ക് പണിയുള്ളൂ. പിന്നെ ഈ കപ്പ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിക്കാൻ പുഴുങ്ങിയെടുക്കാൻ പോണേ. മഞ്ഞപ്പൊടി ഇട്ടാണ് ഇത് മഞ്ഞപ്പൊടി മാത്രം മതി. അപ്പൊ ഉപ്പിടണ്ടേ? എന്റെ ദൈവമേ, അമ്മ നോക്കിയിരുന്ന് മഞ്ഞപ്പൊടിയുടെ ഉപ്പിടി എനിക്ക് ബി പി ഉണ്ടെന്നും പറയണ്ട. അമ്മയുടെ കാര്യം പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലാവും. അത് എന്നെ ഉദ്ദേശമൊന്നുമല്ല, എനിക്ക് അപ്പൊ ഇനി അമ്മ സവോള അരിയട്ടെ, ശരണ്യം കൂടി സഹായിക്കുക. അപ്പൊ ഇതൊക്കെ ഇനി ബാക്കി എല്ലാം പൊളിച്ച് ചെറിയ പീസാക്കി വേവിച്ചിട്ടൊക്കെ. അതെ, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി വലുതായി പോകും. പിന്നെ കൂട്ടുകാരെ, ശരണ്യ ഇങ്ങനെയൊക്കെ പറയണ കേട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, അല്ലേ? വീഡിയോ അല്ലെങ്കിലും തമാശാണ്. അതെ, അതെ. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ നോടൊക്കെ കൊടുത്താൽ നിൽക്കും. ഇതാണ് ഇതാരെ കുറിച്ചല്ലോ മക്കളെ.
നിങ്ങൾ എപ്പോഴും വിളിക്കുക ശരണ്യ എന്നൊക്കെ വിളിയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അത് കൊള്ളാലോ. ഞാൻ കേൾക്കുന്നുണ്ട്. കപ്പ കൂട്ടി തരാൻ കേട്ടോ പൊക്കിക്കോ ഇങ്ങനെ തന്നെ. അതിന് കൊത്ത് അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഈ വീട്ടിലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അല്ലാതെ അത് ആരും ബഹുമാനക്കുറവാണ് എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊന്നുമില്ല കേട്ടാ. എല്ലാ സഹോദരന്മാരോടും എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം പറയാനും ശരണ്യയോട് പ്രത്യേകം ഞങ്ങൾ തമ്മിലുള്ള അച്ഛനും മകളൊന്നും മാത്രമല്ല സോഷ്യലായിട്ടുള്ള ഒരു ഞങ്ങളെ 4 പേര്. അതെ, അല്ലാതെ ബഹുമാനക്കുറവ് അങ്ങനെയൊന്നും ഇല്ല. ബഹുമാനം വേണ്ട പാട്ട് എല്ലാവരും. ഞാൻ ബഹുമാനിക്കുന്ന പാട്ട് ഞാൻ ബഹുമാനിക്കും, മക്കൾ ബഹുമാനിക്കുന്ന പാട്ട് മക്കൾ ബഹുമാനിക്കും. ഞങ്ങളിത് വീഡിയോ ചെയ്യുന്ന എന്തിനാണ് എല്ലാവരും എല്ലാ വീടുകളിലും എല്ലാവരും നല്ലപോലെ ഞങ്ങൾ സോഷ്യലായിട്ട് പോകണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതെ, അല്ലാതെ നമ്മൾ ഓർക്കരുത് ശരണ്യ എന്താണ് അച്ഛനോട് അങ്ങനെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണമെന്ന്. ശരണ്യ അങ്ങനെ ആ ഒരു ഇതാണല്ലേ നമ്മുടെ ശരണ്യക്ക് അങ്ങനെയൊക്കെ പറയണ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഇവര് തമ്മിൽ കൂട്ടുകാരെ പോലെ, ഈ അച്ഛനും മകളെന്നല്ല, അതിൽ കൂടുതൽ ഇവര് കൂട്ടുകാരെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് എന്താണ് ശരണ്യ പറഞ്ഞേരം കേട്ടാ? അപ്പൊ ഇതേ ശരണ്യ കൈ അവിടെ മേളിൽ വെച്ചോണ്ട് കൊത്തരുത്. ആ അതാ പത്താണ് കണ്ട. അതാ പത്താണ്. നമ്മള് വർത്താനം പറഞ്ഞിരിക്കുമ്പോ നൈസിലി കൊത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്ന് കൊത്തിയെടുത്ത് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചിട്ടൊക്കെ നമ്മുടെ കൂട്ടുകാരെ കാണിക്കാം. ശരണ്യ അതെന്നാണ് ഇലയൊക്കെ കൊണ്ടുപോയ? വാഴയില എടുക്കാൻ പോയതാണോ? നമ്മുടെ കപ്പ വെന്താ? കപ്പ കുക്കറിലാണല്ലേ വെച്ചിരിക്കുന്നത്? ആഹാ, ഇല ആരെടുത്ത് തന്നു? അമ്മ എടുത്ത് തന്നു. ഇപ്പൊ എന്തടിക്കാണ് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞുകൊടു, ഇതൊക്കെ പഠിപ്പിക്കണ്ടേ നമ്മുടെ കൂട്ടുകാരെ? ആ അപ്പൊ കൂട്ടുകാരെ കണ്ട കുറച്ച് സവോള ഇതുപോലെയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് 4 കഷ്ണം, പിന്നെ വെളുത്തുള്ളി കുറച്ചെടുക്കാതെ ചോ കൂടും. അപ്പൊ അത്ര എടുക്കാവുള്ളൂ. പിന്നെ ഈ ഒരു കൊട്ട വെച്ചിട്ടുണ്ട്. കൊട്ടക്കകത്ത് അച്ഛന് കപ്പ കൂട്ടാൻ വേണ്ടി. അതെ, കപ്പ കൂട്ടിക്കച്ച അതെ അതെ, കൈപൊള്ളും. അമ്മ പിന്നെ ഇല കൊണ്ടുവന്നു. അച്ഛാ, ഏറ് കളഞ്ഞിട്ട് അത് ഏറ് തന്നെത്താൻ ഇരുന്ന് പോയിട്ട് എടുത്താ മതി കേട്ടാ. അപ്പൊ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തോ ആ തണുത്തല്ല നന്നായിട്ട്. തണുത്തല്ല, അടിപൊളി കപ്പയാണ്. കയ്യടിക്കാണ്. അടിപൊളി കപ്പയാണ് കണ്ട. അപ്പൊ അങ്ങനെ ആ കപ്പയൊക്കെ നമ്മുടെ കൊട്ടയിലാട്ട് ഊറ്റി. കൂട്ടുകാർ കണ്ടിട്ടില്ലേ? എപ്പോഴും ഈ കൊട്ട ഇവിടെ സൈഡിൽ തൂക്കിയിട്ടിരിക്കണം, അല്ലാതെ അങ്ങനെ ഉപയോഗിക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ഇനി എന്താണ് ശരണ്യ പരിപാടി? തീർന്നു. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കപ്പ പൊളിച്ചു കൊടുത്തു, കപ്പ വേവിക്കണത് എടുത്ത് ഇവിടെ കൊട്ടയിൽ ഉരുക്കി കൊടുത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല, പരിപാടിയൊക്കെ കഴിയുമ്പോ അല്ല ഇച്ചിരി ബുദ്ധിമുട്ടും. കൂട്ടുകാരെ അതിലായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ കപ്പയാണ് കേട്ടോ. ഇത് കാണുമ്പോ നല്ല പോലെ ഇരിക്കണ കപ്പ. ശരണ്യ പറയുന്ന കപ്പ അന്നേരം ഉടച്ചു കൊടുക്കണമെന്ന്. ഇപ്പോഴല്ല, പറയും. അച്ഛൻ്റെ അമ്മയുടെ പരിപാടിയൊക്കെ തീർന്നു. കണ്ട, ഇന്ന് കപ്പയുടെ കളർ മഞ്ഞ, അമ്മ ഇട്ടിരിക്കുന്ന നൈറ്റിയും മഞ്ഞ.
ആ നൈറ്റിയുടെ മഞ്ഞ ഞാൻ ഓർത്തില്ല കപ്പ മഞ്ഞ കളർ. എന്തൊക്കെയാണെന്ന് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല ശരണ്യ. നമ്മള് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രയും സാധനം ഇതിന് വേണം. നമ്മളെ മസാലയാണ്. നമ്മളെ വർത്താനം പറയുന്നതിന്റെ ഇടക്ക് കൂട്ടുകാരോട് പറയണ്ടേ എന്തൊക്കെയാണ് ചേർക്കണം. അപ്പൊ നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യമേ. ഉണക്കമുളക് വേണം? വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ അതെ നമ്മുടെ അച്ഛൻ്റെ അപ്പറേ കൂടി ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്. നരം തെറിക്കരുത് അല്ലേ, ഓടിപ്പോയി നിൽക്കണം. അപ്പൊ കൂട്ടുകാരെ ഇതെങ്ങനെ ശരണ്യ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സവോള ഇടിയാണ്. എന്താ അങ്ങനെ നമ്മുടെ സവോള അതിലേക്ക് ഇട്ടിരിക്കുന്നു. കരിവേപ്പല്ല, പച്ചമുളക്. എന്നാണ് എടുക്കാൻ പോയെന്ന്. അപ്പൊ അങ്ങനെ കൂട്ടുകാരെ അതിലേക്ക് സ്വല്പം ഉപ്പൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം. കണ്ട അപ്പൊ തന്നെ അത് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇന്നത്തെ പാചകം അമ്മ ഫ്രീ ആയിട്ട് നിക്കുകയാണ്. കണ്ട അമ്മ അത് കാരണം ഒത്തിരി ദൂരത്ത് പോയി നിൽക്കുക. അമ്മ വെറുതെ നിക്കുകയാണെങ്കിൽ 2 കപ്പയൊക്കെ കഴിച്ചെന്ന് നിൽക്കുക. നോക്കട്ടെ എവിടെ പിന്നെ അങ്ങനെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നമ്മേ? ഞാനും അമ്മ എന്നാ ഒറ്റക്കെട്ടാണ് കേട്ടാ. എന്നാണമ്മ? ഫസ്റ്റ് പാർട്ടി നമ്മള് രണ്ടുപേരും അച്ഛൻ പറയണേ. അച്ഛനാണ് പറഞ്ഞത്. കൂട്ടുകാരെ ഇവരിങ്ങനെ വർത്താനം പറയണമെങ്കിലും ഈ കപ്പ കണ്ടപ്പോ എനിക്കൊരു കഷ്ണം വേണമെന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതുക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു കഷ്ണം കഴിച്ചു നോക്കിയിട്ടേ കാര്യമുള്ളൂ. കണ്ട നല്ല അടിപൊളി പുട്ടുപോലെ കൊള്ളാം, നല്ലതാണ് കേട്ടാ. ഇപ്പൊ എല്ലാം ഉണ്ട്. അതെ അതെ അടിപൊളിയാ. അതെ അപ്പൊ കൂട്ടുകാരെ അതെ ഇത് ഇവിടം വരെയൊക്കെ ആയി. വർത്താനത്തിന്റെ ഇടക്ക് കൂട്ടുകാരെ കാണിച്ചില്ല. ഒന്നുകൂടി മൂത്തിട്ടൊക്കെ നമുക്ക് വീഡിയോ കാണിക്കാം. കാരണം ഞാൻ ഈ കപ്പയും കഴിക്കണ്ടേ. എവിടം വരെ ആയി നമ്മുടെ സവോളയൊക്കെ മൂത്തോ? എന്തേ നോക്കട്ടെ, കൂട്ടുകാരെ കാണിച്ചു കൊടുക്കട്ടെ. ഈ പരുവത്തിലാകണം അല്ലേ? ഗരം മസാല. അപ്പൊ കൂട്ടുകാരെ അതിലേക്ക് ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി നല്ലതായിട്ട് വേണം കേട്ടോ. കുരുമുളക് പൊടി നന്നായിട്ട് വേണമെന്ന്. ഇച്ചിരി ഏറെ കുരുമുളക് പൊടി ശരണ്യ അതിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയെ അത് എന്തോരാ കുറച്ച് മതി. കപ്പയൊക്കെ ആയതുകൊണ്ട് കുറച്ച് മതി. കിട്ടണം. അപ്പൊ അങ്ങനെ അതുകൂടി ഇതിലായിട്ട് അതെ വെള്ളം ഒഴിക്കുക. പരുവ അറിയണമെന്ന് അതിന് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അല്ലേ? അളവൊന്നും ശരണ്യോട് ചോദിക്കരുത് കണ്ട. അപ്പൊ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു. തീ കുറച്ച് വെക്കാം. അച്ഛനെ അസിസ്റ്റന്റ് ആക്കി കളഞ്ഞ. അങ്ങനെയൊക്കെ അല്ലേ? അച്ഛൻ അതൊന്ന് കഴുകട്ടെ.
കഴുകിയിട്ടൊക്കെ ഉടക്കുന്നത് കാണിക്കാം അല്ലേ? ഈ സവോള മാറ്റി വെച്ചേക്കണ ഇതിന്റെ പുറത്ത് എണ്ണ പാത്രത്തിൽ വെക്കാൻ സ്റ്റീൽ പാത്രത്തിൽ വെച്ചോളാം. ഇങ്ങനെ സവോള ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഇടും ഒന്ന് കഴുകി. സവോള പച്ചക്കൊക്കെ ഇടുക. ഇതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാകണില്ല. ആരെങ്കിലും തട്ടുകടയിൽ കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്ത് എന്താണ്. ഞാൻ നോക്കാം. വെച്ച് അപ്പൊ വീണ്ടും അതൊരു വേറൊരു പാത്രത്തിലായിട്ട് മാറ്റി. കൈ പൊള്ളരുത്, കൈ മാറ്റിക്കൊടു. ശരണ്യ എന്തോ കൈ മാറ്റിക്കോ. അത് അതിന് വെച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം പിന്നെ ഒഴിക്കാം. എന്നാണ് കാണിക്കണത് ഈ ശരണ്യ? ഒത്തിരി ഇതാക്കല്ലേ കേട്ടോ. നമ്മുടെ ഇടിച്ചു കൂട്ടുന്ന സാധനം ഉണ്ടല്ലോ. ഒന്നുകൂടി മറിച്ചാ മതി. ഭയങ്കര പുകയായിപ്പോയി. മതി. ചെറുതായിട്ട് ഇടിച്ചു കൂട്ടിയാ മതി. ഇനി ഈ കപ്പ എങ്ങോട്ട് ഇടും? അയ്യോ ഈ കപ്പാത്തിൽ കൊള്ളുവോ? പിന്നെ അതിൽ കൊള്ളു. ഞാൻ പഠിച്ചു തരാം. ഇതിലാട്ട് ഇട്ടു. നമ്മൾ തീ കൂട്ടുവാണേ. നമ്മൾ തീ കുറച്ച് വെച്ചേക്കുവാണേ. ഇട്ടോ അപ്പൊ അങ്ങനെ 3 പേരും കൂടിയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതാ ശരി, ഇതിൽ കൊള്ളത്തില്ല. ഞാനുണ്ടെങ്കിൽ ഞാനത് കുളിച്ചു കൂട്ടുകാർക്ക് ഇത്രയും കപ്പ വെച്ച് എന്തിനാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഏറ്റാ. അതെ അച്ഛനപ്പുറത്ത് ഇപ്പൊ തന്നെ ഞാൻ തരുന്നത് വേണ്ട. അച്ഛൻ കൂട്ടത്തിലുണ്ട്. ശരണ്യക്ക് പാചകം സിമ്പിളാണല്ലേ ശരണ്യ? അങ്ങനെ ശരണ്യ അടുത്ത പാത്രം വെച്ച് ശരണ്യ എന്തോ മുട്ട ചെയ്യൂന്നൊക്കെ പറഞ്ഞല്ലേ? ചെയ്യാൻ പോവാ. തീ കുറച്ച്. ഇപ്പൊ കൂട്ടുകാരെ അത് ഇങ്ങനെ പരിവാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അതിന്റെ പുറത്ത് എണ്ണ ഒഴിച്ച്. അപ്പൊ ശരണ്യ എനിക്ക് ഒരു കാര്യം പറഞ്ഞു, ഇച്ചിരി എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചു. ശരണ്യ ഈ ചട്ടിയിൽ തന്നെയാണ് എണ്ണ ഒഴിക്കണം. മുട്ട എടുക്കാം. അമ്മ മുട്ട എടുത്തിട്ട് എത്ര വേണം? അതാണ് എടുത്തോ. ഇത്രയും കപ്പ ഇല്ലേ? അതെ. അതിനെ തന്നെ എടുത്തോ. അപ്പൊ കൂട്ടുകാരെ മുട്ടയൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ് അല്ലേ? കഴുകി ഇതിനകത്ത് വെക്കുന്ന കേട്ടോ. അങ്ങനെ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് എണ്ണ പരിപാടി കേട്ടോ ഇച്ചിരി. എണ്ണ ചെലവ് കൂടുതലാണ്. ഞാൻ മുട്ട പൊട്ടിച്ചിരുമ്പോ ഞാൻ പൊടിക്കാം. മുട്ട പൊട്ടിച്ചിരുന്ന ഉടച്ചൊടിച്ചെടുക്കാം. മനസ്സിലായോ? ഞാൻ ഇട്ട് തരാം. ശരണ്യക്ക് വേണ്ടി ഞാൻ നിൽപ്പുണ്ട്. എന്താ അങ്ങനെയല്ല, ഒരു പാത്രത്തോട്ട് മുട്ട പൊട്ടിച്ചിട്ട് ശരണ്യ പൊടിക്കട്ടെ? ഞാൻ പൊടിക്കണം. പൊട്ടിക്ക് പൊട്ടിക്ക്. അങ്ങനെ മുട്ട പൊട്ടിച്ച് ഇങ്ങനെയാണ് ശരണ്യ ഇതിലല്ല ചട്ടിയിൽ പൊഴിക്കുമെന്നും പറഞ്ഞിരിക്കും. ചട്ടിയിലായിട്ട് ഒഴിക്കും. എന്നാലോട്ട് വേറെ പാത്രത്തിൽ. ഞാനിപ്പത് ക്യാമറ സൂം ചെയ്ത് ചട്ടിയിലായിട്ട് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. മതിയല്ല ഞാൻ എടുക്കണം പറഞ്ഞു. ഞാൻ പറയും അച്ഛൻ ഇളക്കും. അച്ഛനെ പാചകം പഠിപ്പിക്കുന്ന മകള്. കണ്ടാ കൂട്ടുകാരെ അങ്ങനെ 4 മുട്ട ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അന്ന് സ്പൂൺ കൊണ്ട് എണ്ണയിലോട്ട് മുട്ട ഇങ്ങനെ എടുക്കാവൂ. നേരിട്ടു ഒഴിക്കല്ലേ. ഒഴിക്കാനാ കൂട്ടുകാരെ അങ്ങനെ 4 മുട്ട എണ്ണയിലോട്ട് ഒഴിച്ച്. ഉപ്പിട വേഗം ഉപ്പിട്ടു. പറ്റി പോലെങ്കിൽ എളുപ്പം. അപ്പൊ കണ്ട ഇങ്ങനെ പറ്റി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കണ്ട ശരിക്കും ഇത് കുറുകി തന്നെ. എല്ലാവർക്കും അറിയാലോ മുട്ടയൊക്കെ ഇങ്ങനെ പറ്റിക്കണം. അതെ. അപ്പൊ അങ്ങനെ ഇടിച്ച് പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ നെക്കണ ആ സാധനം കൊണ്ട് നെക്കിയാ പോലെ അപ്പൊ പെട്ടെന്ന് പൊടി. നമുക്ക് നെക്കണ സാധനം കൊണ്ട് നെക്കിയാ പൊടിഞ്ഞു കിട്ടും. കിട്ടണം. ഇതെല്ലാം അവൽ പോലെ പോരെ. അതിങ്ങനെ പൊടിച്ചെടുക്കണം അല്ലേ? ശരണ്യ പറയും പോലെ ചെയ്തു തരും.
അപ്പൊ അങ്ങനെ അത് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരണ്യ അവിടെ നിന്ന് ദേ ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. മുട്ട ഇടാൻ പോവുകയാണ്. അങ്ങനെ അതെ മുട്ടയൊക്കെ ഇതിലായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതില് കൊള്ളുവാ എനിക്കറിയാൻ മേലെ. എന്തൊക്കെയാണ് ഈ ശരണ്യ പറയണ? അറിയാൻ മേലെ പറയാൻ പോരുത് ശരണ്യ. തല ഇരിക്കുമ്പോ എന്നാ അങ്ങനെ പഠിക്കും. അമ്മ മകളെ ഒന്ന് പഠിപ്പിച്ചു. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ ഒന്ന് ഇളക്കി അച്ഛനും മകള് ഒന്നാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ പഠിപ്പിച്ചു കൊടുക്കാൻ. കണ്ട ഇങ്ങനെ ഒന്ന് ഇളക്കി ചേർക്കുക. ശനിയല്ല അമ്മയോടും മകനോടും പോലെ ആണ് നേരെ. ഇതെന്താണ് സംഭവം? എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്കറിയാം. ഈ ശരണ്യ ഇതെന്താണ് ഇങ്ങനെ ഈ പച്ച സവോളയൊക്കെ ഇതിലിടുക? കൂട്ടുകാരെ അങ്ങനെ അതെ പച്ച സവാളയും കൂടിയൊക്കെ അതിലായിട്ട് ഇട്ട് എന്നിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ശരണ്യ അതിലായിട്ട് സവോളയൊക്കെ ഇടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കപ്പ മുട്ട. അപ്പൊ കപ്പ മുട്ട ശരണ്യ ഇലയിലൊക്കെ വെക്കുക. അപ്പൊ കൂട്ടുകാരെ കണ്ടത് ഇതാണ് നമ്മുടെ കപ്പ മുട്ട. അടിപൊളി ഐറ്റം ആണെന്ന് തോന്നുന്നു. അതെ കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ നമ്മൾ മത്തിയുടെ വീഡിയോയിൽ തുറന്ന് കഴിച്ചു കാണിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു. ഒരു കാര്യം നമുക്ക് കിട്ടിയ കപ്പ അടിപൊളി കപ്പ, നല്ല കപ്പ അല്ലേ. പിന്നെ നമ്മള് സ്ഥിരം മേടിക്കണം നമ്മുടെ പാന്തേരത്ത് ആ ചേട്ടന്റെ കടയിൽ നല്ല കപ്പ കിട്ടും. നമ്മുടെ ഷിജിമോൻ ക്യാമറ എടുത്തിരിക്കുകയാണ്. അതെ എനിക്ക് വേണ്ട നിങ്ങൾ 3 പേരും കഴിക്കുമ്പോ എനിക്ക് സംതൃപ്തിയാണ്. അതെ അതെ ആരും പരസ്പരം ഒന്നും പറയുന്നില്ല. ആണല്ലേ നല്ല ടേസ്റ്റ് ആണ്. ആണല്ലേ അടിപൊളിയാണല്ലേ. അത്ര കപ്പയുടെ ടേസ്റ്റ് വേറെ. മുട്ടയും കൂടി ചേരുമ്പോ ഒന്നും പറഞ്ഞ ആരും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആണല്ലേ അത്രക്ക് ടേസ്റ്റ്. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ കപ്പ മുട്ട എന്ന് പറയുന്ന സാധനം നല്ല ടേസ്റ്റ് ആണെന്നാണ് ഇവരെല്ലാരും പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഹായ് പറയണം, പേര് എടുത്ത് ഹായ് പറയണം. പക്ഷെ എല്ലാവരുടെയും പേര് മറന്നുപോയി. നമ്മളോട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. നമ്മുടെ അവന്തിക എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർ പേരെടുത്ത് പറയണമെന്ന് ഒത്തിരി പ്രാവശ്യം കമന്റ് ഇട്ടായി. അതെ ഒരു ഹായ് കൊടുത്ത്. അതുപോലെ നമ്മുടെ ഹസീന ബീബി അങ്ങനെ ഒത്തിരി പേര് പറയാൻ മറന്നുപോയി. ആരുടെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പം കൂട്ടുകാരെ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര വേള് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ നല്ലൊരു വീഡിയോക്ക് വേണേ ബൈ.